ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. അപ്പോൾ ഇന്നത്തെ സൈക്കോളജി മോക്ക് ടെസ്റ്റ് ചെയ്താലോ? റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോ ഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത്? ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധനമാണ്. ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മികച്ചതാണ് അതിൻ്റെ സമഗ്രത. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് അല്ലേ? ആൽബർട്ട് ബന്ദൂരയുടെ ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റിൽ എന്താ വരുന്നത്? ഒബ്സർവേഷൻ ലേണിംഗ് ആണ് അല്ലേ? ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. കിട്ടിയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ജീൻ പിയാഷെ, നോം ചോംസ്കി, ലെവ് വെഗോട്സ്കി, ബി.എഫ്. സ്കിന്നർ. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബി.എഫ്. സ്കിന്നർ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം കണ്ടീഷനിങ്, ഈ താഴെ തന്ന വ്യക്തിയുമായിട്ട് കണ്ടീഷനിങ് സൂട്ടബിൾ ആവുന്ന നമ്മുടെ ബി.എഫ്. സ്കിന്നർ ആണ്. അത് മാത്രമല്ല വെർബൽ ബിഹേവിയർ, അപ്പോൾ ബിഹേവിയറിസത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തതും കണ്ടീഷനിങ്ങുമായിട്ടൊക്കെ വരുന്നത് ആരാണ്? നമ്മുടെ ബി.എഫ്. സ്കിന്നർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു മെയിൻ ഇങ്ങനെ പോയിൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്തും കൂടി നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഉൾച്ചേർന്ന പഠനം സാധ്യമാകുന്ന ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും അനുയോജ്യമായ പഠന സമീപനം ഏത്? പ്രവർത്തനാധിഷ്ഠിത സമീപനം, ബഹു ഇന്ദ്രിയ സമീപനം, വ്യക്തിഗത പഠന സമീപനം, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉൾച്ചേർന്ന പഠനം, അതായത് ഉൾച്ചേർന്ന പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സാധ്യമാകുന്ന ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന സമീപനം ഏതാണ്? അപ്പോൾ പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള സമീപനം, ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, ബഹു ഇന്ദ്രിയ സമീപനം എന്ന് പറയുന്നതും വ്യക്തിഗത പഠന സമീപനം, ഈ പറഞ്ഞത് എല്ലാം തന്നെ വരും കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. മൾട്ടി സെൻസറി അപ്രോച്ച്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, അതുപോലത്തെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു പഠന സമയം, ഈ മൂന്നും ഉൾക്കൊള്ളുന്നതാണ്. സോ മുകളിൽ പറഞ്ഞവയെല്ലാം ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ദിവസം നോക്കാം. ഒരു കുട്ടിയെ തൻ്റെ പൊട്ടൻഷ്യൽ നിലയിലേക്ക് ഉയരുന്നതിനാവശ്യമായ പഠന പിന്തുണ നൽകി സഹായിക്കുന്ന പ്രക്രിയയാണ് പ്രബലനം, കൈത്താങ്ങ്, വികാസം, അഭിപ്രേരണ. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എന്താണ്? കൈത്താങ്ങ്, സ്കാഫോൾഡിംഗ് ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത് നോക്കൂ. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സാമൂഹിക ബന്ധങ്ങളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ചോദ്യാവലി, ഇൻ്റർവ്യൂ, സോഷ്യോമെട്രി, നിരീക്ഷണം. അപ്പോൾ സാമൂഹിക ബന്ധങ്ങളെ അല്ലേ? സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലേ? നമുക്കുള്ള മെയിൻ പോയിന്റ് സാമൂഹിക ബന്ധങ്ങളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോമെട്രി ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പഠനത്തിൽ പിന്നാക്കമായവർക്ക് അനുയോജ്യമായ രീതി ഏത്? അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകുക, പ്രയാസമേറിയ പ്രവർത്തനങ്ങൾ നൽകി അവരെ അതുമായി പൊരുത്തപ്പെടുത്തുക, ഏകാഗ്രതയും കൂടുതൽ പരിശ്രമവും ആവശ്യമായ പ്രവർത്തനങ്ങൾ നൽകുക, കൂടുതൽ ഗൃഹപാഠങ്ങൾ നൽകുക. അപ്പോൾ നോക്കൂ, ശ്രദ്ധിക്കുക. ഇതിൽ പിന്നാക്കമായവർക്ക്, പഠനത്തിൽ പിന്നാക്കമായവർക്കുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു രീതി ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ? അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം മാത്രം നൽകുക, അവരൊരു ലെവലിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രയാസമേറിയ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുപോലെ തന്നെ ഒത്തിരി എഫേർട്ട്, അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നത് അവരെ എന്താണ് ഹെൽപ്ഫുൾ ആക്കുന്നതായിരിക്കില്ല. കാരണം അവർക്ക് കുറച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. കൂടുതൽ അവർക്ക് ആപ്റ്റ് ആവുന്ന കാര്യങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൊടുത്ത് അവരെ കോൺഫിഡൻസ് ലെവലൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് വേണം അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ ആണല്ലോ. കൂടുതൽ ഗൃഹപാഠങ്ങൾ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹോം വർക്ക്സ് കൊടുക്കുക. അപ്പോൾ ഹോം വർക്ക്സിലൊന്നും നമ്മുടെ ഇമ്പോർട്ടൻസ് വരുന്നില്ല അല്ലേ? അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഗസ്റ്റാള മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി ഏത്? അൽഗോരിതം, അന്തർദൃഷ്ടി, ഹ്യൂറിസ്റ്റിക്സ്, ശ്രമ പരാജയ രീതി, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇപ്പോൾ ഗസ്റ്റാൾഡ് തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും നോക്കണ്ട അല്ല, ഇൻസൈറ്റ് അല്ല, ഉൾക്കാഴ്ച അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനമാണ് വരുന്നത്. സോ ഇൻസൈറ്റ് ആണ്. ഇനി അടുത്ത് നോക്കൂ. പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നത് ഏത് തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ്?
ഇവിടെ കാണാനാവുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഡിഫെൻസ് മെക്കാനിസം ആണെന്നാണ്? ഉദാത്തീകരണം, സബ്ലിമേഷൻ, യുക്തീകരണം, അനുപൂരണം, തദാത്മീകരണം. ആൻസർ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. ഓപ്ഷൻ സി ആണ്. കോമ്പൻസേഷൻ ആണ് അല്ലേ, അനുപൂരണം. അപ്പോൾ ഒന്നിലുള്ള കുറവ് വേറെ ഒന്നിൽ ഈക്വൽ ചെയ്യാണ്. പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത കുട്ടി എന്ത് ചെയ്യുന്നു? ആ ഒരു കുറവ് വേറെ ചിത്രരചന മികവ് പുലർത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതേതാണ്? കോമ്പൻസേഷൻ ആണ് അല്ലേ, അനുപൂരണമാണ്. ഇനി റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ്? പ്രക്ഷേപണ രീതി, നിരീക്ഷണ രീതി, ക്ലിനിക്കൽ രീതി, സർവേ രീതി. റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്റ്റീവ് മെത്തേഡാണ് അല്ലേ. സോ പ്രക്ഷേപണ രീതിയാണ്. അടുത്ത നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു. ഇത് ഏത് പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? ഫല നിയമം, അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ശ്രമപരാജയം, ട്രയൽ ആൻഡ് എറർ. സമ്മാനങ്ങളും അതുപോലെ തന്നെ പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഏതാണ്? ഫല നിയമമാണ്. ലോ ഓഫ് ഇഫക്റ്റ് ആണ് അല്ലേ, ലോ ഓഫ് ഇഫക്റ്റ് ആണ്. ക്ലിയർ അല്ല? അപ്പോൾ ഈ ലോ ഓഫ് ഇഫക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ സൈക്കോളജിയുടെ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.